നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളയിലെ പ്രധാന സുഗന്ധ വ്യഞ്ജനമാണ് ഇഞ്ചി. വിപണിയിൽ അല്പം VIP-യും എന്നാൽ അടുക്കളയിൽ എപ്പോഴും ആവശ്യമുള്ളതുമായ ഒന്നാണിത്. കറികൾക്ക് രുചിയും മണവും നൽകുന്ന ഇഞ്ചി പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് നൽകുന്നത്. അടുക്കളത്തോട്ടത്തിൽ വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിൽ നിന്ന് വർഷം മുഴുവൻ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇഞ്ചി വിളവെടുക്കാൻ കഴിയും. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ഇഞ്ചി കൂടുതലും വളരുന്നത്. ഇത് വീടിന് പുറത്തും അകത്തും എളുപ്പത്തിൽ വളർത്താൻ സാധിക്കും. വീട്ടിൽ ഇഞ്ചി വളരാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഒരേ സ്ഥലത്ത് തന്നെ തുടർച്ചയായി കൃഷി ചെയ്യാതിരിക്കുക എന്നതാണ് ഇഞ്ചി കൃഷിയിൽ പ്രധാനം. മണ്ണിലൂടെ രോഗം പരത്തുന്ന ബാക്ടീരിയകളും കുമിളുകളും പടരുന്നതിനാലാണിത്. മെയ് മാസം ആദ്യവാരം മൺസൂണിന് മുമ്പായി നട്ടു തുടങ്ങാം. ഫെബ്രുവരി മധ്യത്തിന് ശേഷം മാർച്ച് ആദ്യ വാരങ്ങളിൽ നട്ട് അത്യാവശ്യം വേനൽ മഴ ലഭിക്കുകയാണെങ്കിൽ അസുഖങ്ങൾ ഇല്ലാതെ നല്ല വിളവ് ലഭിക്കാറുണ്ട്. മണ്ണിലും ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. കേടുവരാത്ത ഇഞ്ചിയാണ് നട്ടു വളർത്താൻ തിരഞ്ഞെടുക്കേണ്ടത്. കേടുവന്ന ഇഞ്ചി നന്നായി വളരണമെന്നില്ല. നടുന്നതിനായി ഇഞ്ചി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേടുകളില്ലാത്ത ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ പൊതിഞ്ഞ് ഇടയ്ക്ക് നനച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചിക്ക് പെട്ടെന്ന് തന്നെ മുള പൊട്ടും. നടുന്നതിന് മുൻപ് ചെറു ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ ഇഞ്ചിയുടെ വേരുകൾ വെള്ളത്തിലിട്ട് വെക്കണം. ഇത് വേരുകൾ വരണ്ടു പോകുന്നത് തടയുകയും എന്തെങ്കിലും രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവയെ നീക്കം ചെയ്യാനും സാധിക്കുന്നു. കുതിർത്തതിന് ശേഷം കിഴങ്ങിൽ 1 or 2 കണ്ണുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ചെറിയ കഷ്ണങ്ങളാക്കി ഇത് മുറിച്ചെടുക്കാം. ഇത് ഇഞ്ചി നന്നായി വളരാൻ സഹായിക്കും. ഇഞ്ചി നടാൻ ഉപയോഗിക്കുന്ന മണ്ണ് എല്ലുപൊടി, ഉണങ്ങിയ ഇലകൾ, വെള്ളം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ഒരുക്കിയതായിരിക്കണം. നന്നായി ഉഴുതുമറിച്ച നിലത്ത് 1 മീറ്റർ വീതിയിലും 30 സെന്റിമീറ്റർ ഉയരത്തിലും ബെഡുകൾ ഒരുക്കാം. ബെഡിന് മുകളിൽ ഉണക്ക ചാണകമോ കമ്പോസ്റ്റോ ഇട്ടുകൊടുക്കാം. നടുന്ന സമയത്ത് കുഴിയിലേക്ക് വളം ഇട്ടുകൊടുത്തതിനു ശേഷം നട്ടാലും മതി. കൂടെ വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇടുന്നത് കൊണ്ട് കീടബാധ അകലും. മുള പൊട്ടിയ ഇഞ്ചി നടാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് മണ്ണിൽ താഴ്ത്തി വെക്കുക. നട്ടുകഴിഞ്ഞാൽ എല്ലാ ദിവസവും വെള്ളം നനച്ചു കൊടുക്കണം. പക്ഷേ ഓർക്കുക, അമിതമായി വെള്ളം ഒഴിച്ചാൽ ഇഞ്ചി വിത്ത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മാസത്തിലൊരിക്കൽ ചെടിക്ക് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്ക് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. മറ്റു പ്രത്യേക വളങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഇഞ്ചി കൃഷിയിൽ വരുന്നില്ല. ഇത് വേരുകൾക്ക് പോഷകങ്ങളെ വലിച്ചെടുക്കാനും ചെടി നന്നായി വളരാനും സഹായിക്കുന്നുണ്ട്. അമിതമായി വളമിടുന്നത് ഒഴിവാക്കുക. ഇത് വേരുകളുടെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കും. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന ഇടങ്ങളിലാണ് ഇഞ്ചി നന്നായി വിളയുക. നന്നായി പരിപാലിച്ചാൽ ഓരോ ഗ്രോ ബാഗിൽ നിന്ന് തന്നെ 1 കിലോയിൽ അധികം വിളവ് ലഭിക്കും. ഇങ്ങനെ 5 or 6 ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്താൽ തന്നെ ഒരു കുടുംബത്തിന് 1 വർഷത്തേക്കുള്ള ഇഞ്ചി സുഖമായി വിളവെടുക്കാം. 1 മാസം കഴിയുമ്പോഴേക്കും തണ്ടും ഇലകളും എല്ലാം വന്നു തുടങ്ങും. 210 മുതൽ 240 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച പ്രാപിക്കും. പച്ചക്കറി ആവശ്യത്തിനുള്ള ഇഞ്ചിക്കാണെങ്കിൽ 180 ദിവസം കഴിഞ്ഞ് വിളവെടുക്കാവുന്നതാണ്. വിളവെടുക്കുന്നതിന് 1 മാസം മുൻപ് നന നിർത്തിവെക്കണം. ചുക്കിന്റെ ആവശ്യത്തിനാണ് എങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയ ശേഷം മുകളിലെ ഇലകൾ മഞ്ഞിച്ച് ഉണങ്ങുമ്പോൾ വിളവെടുക്കാം. ഇലകളും തണ്ടുകളും ഉണങ്ങിയെന്ന് കരുതി ഒരിക്കലും മണ്ണിനടിയിലെ ഇഞ്ചി ഉണങ്ങില്ല. ഇവ വീണ്ടും വളർന്നുകൊണ്ടിരിക്കും. കിഴങ്ങുകൾ ശ്രദ്ധയോടെ കിളച്ച് പുറത്തേക്ക് എടുക്കുക. ചുക്കിന്റെ ആവശ്യത്തിനായി സംസ്കരിക്കുമ്പോൾ മൊരി കളഞ്ഞ് വെയിലത്ത് ഉണക്കിയെടുക്കണം. 8 മുതൽ 10 ദിവസം കൊണ്ട് നന്നായി ഉണങ്ങിക്കിട്ടും. പറിച്ചെടുക്കുമ്പോഴുള്ള 80% ജലാംശം ഉണങ്ങി 10% ജലാംശമാക്കി മാറ്റേണ്ടത് സുരക്ഷിതമായി സംരക്ഷിക്കാൻ ആവശ്യമാണ്. ദീർഘകാലം കീടബാധ ഉണ്ടാകാതിരിക്കാൻ ബ്ലീച്ച് ചെയ്തും ഇഞ്ചി സംരക്ഷിക്കാറുണ്ട്. 1 കിലോ ചുണ്ണാമ്പ് 120 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ മുക്കിയെടുത്ത ഇഞ്ചി വെയിലത്ത് ഉണക്കിയെടുക്കാം. ഉണങ്ങിയ ശേഷം വീണ്ടും ഈ പ്രക്രിയ ആവർത്തിക്കണം. ചുക്കും ദീർഘകാലം കേടാകാതെ ഇരിക്കുന്നതിന് ഇങ്ങനെ സംസ്കരിച്ചെടുക്കാം. പലതരത്തിലുള്ള രോഗത്തിനുള്ള മരുന്ന് കൂടിയാണ് ഇഞ്ചി എന്ന് തന്നെ പറയാം. ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വയറിന്റെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കും. വർഷങ്ങളായി പല രോഗങ്ങൾക്കും ഇഞ്ചി ഉപയോഗിക്കാറുണ്ട്. ചായയിലും വെള്ളത്തിലുമൊക്കെ ഇഞ്ചി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളും അകറ്റാൻ ഏറെ നല്ലതാണ് ഇഞ്ചി. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായി ഇഞ്ചി പണ്ടേ ഉപയോഗിച്ചിരുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്.
ഒരു വ്യക്തിക്ക് ഭക്ഷണം ദഹിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിൽ ഇഞ്ചി നല്ല സ്വാധീനം ചെലുത്തുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൽ ഇഞ്ചി ചേർക്കുന്നത് വയറുവേദന, വയറു വീർത്തിരിക്കുന്ന അവസ്ഥ, ഓക്കാനം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തുടങ്ങിയ ദഹന പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കും. കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാക്കാൻ ഏറെ നല്ലതാണ് ഇഞ്ചി. കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഹൃദ്രോഗത്തിന് കാരണമാകാറുണ്ട്. ഹൃദയത്തെ സംരക്ഷിക്കാനും ഇഞ്ചി സഹായിക്കും. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. ഇഞ്ചിയിട്ട ചായ കുടിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും. മിക്ക ആരോഗ്യ വിദഗ്ധരും ഇത് പറയുന്നുണ്ട്. ആർത്തവ വേദന കുറയ്ക്കാനും ഇഞ്ചി ഏറെ നല്ലതാണ്. ക്രമരഹിതമായ ആർത്തവമാണെങ്കിൽ അതികഠിനമായ വേദനയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എൻഡോമെട്രിയോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും വേദനയുണ്ടാകാം. ഇത്തരത്തിലെ വേദന കുറയ്ക്കാൻ ഏറെ നല്ലതാണ് ഇഞ്ചി എന്ന പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. എന്നാലും ഇഞ്ചിയെ പറ്റിയുള്ള നിങ്ങൾ അറിയാത്ത കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ച് ഉള്ളതായിരുന്നു ഈ വീഡിയോ. ഇഞ്ചി കൃഷിയിലെ ഇനിയും സാധ്യതകൾ ഒരുപാടുണ്ട്. ഇനിയും കൃഷി തുടങ്ങാത്തവരൊക്കെ ഇഞ്ചി കൃഷിയിലേക്ക് ഇറങ്ങുക. വീട്ടിലേക്ക് ആവശ്യമായ ഇഞ്ചി സ്വന്തം അടുക്കളത്തോട്ടത്തിൽ നമുക്ക് വളർത്തിയെടുക്കാം.